ഒരു ആനേനെ പോലെ കാണിക്കും. കഴിക്കാൻ പറ്റാത്ത ഒന്നായിട്ട് കാണിക്കും. ഈ ഒരു കാര്യത്തെ ഓരോ സ്റ്റെപ്പും ഓരോ സെയിലും വലുതാക്കി കാണിക്കും. ലോവർ സെൽഫ് ലോവർ സെൽഫിനെ അറിയാം, ഈ അഞ്ചെണ്ണം അച്ചീവ് ചെയ്താൽ അവൻ അവിടെ എത്തും. അതുകൊണ്ട് ഈ ആദ്യത്തെ ലെവൽ വലുതാക്കി കാണിക്കും. ഒരു ഫ്രോഗിന് പകരം നേരത്തെ മറ്റേ അജി സാർ പറഞ്ഞു അതൊരു വെറും വാൽമാക്രാണ്. എന്തെന്ന് വെച്ചാൽ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഹി ഹാസ് എ ഗുഡ് ഹയർ സെൽഫ്. പക്ഷേ ഈ ഓരോ സെയിലും ഇപ്പൊ ഫസ്റ്റ് സെയിൽ നടത്തിയവരുണ്ടല്ലേ, ഫസ്റ്റ് സ്റ്റെപ്പ് നടത്തി ഫസ്റ്റ് സെയിൽ നടത്തിയിട്ട് എന്തുകൊണ്ട് സെക്കൻഡ് സെയിൽ നടത്തിയില്ല? ബിക്കോസ് ഹയർ സെൽഫ് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. ഇന്ന് ഞാൻ രാവിലെ മീറ്റിംഗ് കയറി, ഇന്നലെ കേട്ടവർ ഇന്ന് രാവിലെ കയറി, ഇന്ന് ദയാലൻ കയറി, പക്ഷെ നാളെ കയറിയില്ലെങ്കിലോ പോയി. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ബിൽട്ട് ഇൻ വൺ ഡേ. അത് ഉണ്ടാവണത് കൺസിസ്റ്റൻസി അഥവാ സ്ഥിരത. ഈ ചെയ്യുന്ന കാര്യം റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഹയർ സെൽഫ് വർദ്ധിക്കുള്ളൂ. ഒറ്റ ദിവസം വന്നിരുന്ന് ഞാൻ പെർഫെക്റ്റ് ആയി, ഞാൻ ഇന്ന് പോയി ഒരു സെയിൽ ചെയ്തു, ആ സ്ഥിരത ഇല്ലെങ്കിൽ ആ ഹയർ സെൽഫ് പിന്നെയും പോയി പയ്യെ പയ്യെ ലോവർ സെൽഫ് കയറി വരും. അതേപോലെ തന്നെ ഡിസിപ്ലിൻ. ഇന്നലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലോ, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ MD പറഞ്ഞു തന്നു. ഡിസിപ്ലിൻ എന്നുള്ള കാര്യം ഒറ്റ ദിവസത്തേക്കുള്ള കാര്യമല്ല, അതും കണ്ടിന്യൂ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാലേ ഹയർ സെൽഫ് കൂടെ ഉണ്ടാകൂ. അതേപോലെ തന്നെ ആക്ഷൻ. ഈ ഒരു ആക്ഷൻ ഇല്ലാതെ ഹയർ സെൽഫ് കൂടെ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. രാവിലെ സൂമിൽ കയറി ഞാൻ ഇന്ന് ചെയ്യുമെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ആക്ഷൻ എടുത്തില്ല, ഞാൻ ഇത് കഴിഞ്ഞ് നേരെ പോയി കിടന്നുറങ്ങി. ദെൻ ദേർ ഈസ് നോ ആക്ഷൻ. ആക്ഷൻ ഇല്ല അവിടെ. അതും ഹയർ സെൽഫിനെ ഇല്ലാതാക്കുന്ന കാര്യമാണ്, ആക്ഷൻ എടുത്തില്ലെങ്കിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഹയർ സെൽഫ് ഒരു ലൈഫ് സ്റ്റൈൽ ആക്കി മാറ്റണം. ഈ ഒരു ഡിസിപ്ലിൻ ഒരു ലൈഫ് സ്റ്റൈൽ ആക്കി മാറ്റണം, ജീവിത രീതി. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ MD തന്നെ അതൊരു ലൈഫ് സ്റ്റൈൽ ആക്കിയാണ് കൊണ്ടുപോകുന്നത്. ഹയർ സെൽഫ് ഒരു ജീവിത രീതിയാക്കി മാറ്റി ലോവർ സെൽഫിനെ ഒഴിവാക്കിയിട്ട് അത് ഡെയിലി ഡെയിലി ഓരോ കാര്യങ്ങൾ ഡിസിപ്ലിൻ വെച്ച് പോയാലേ ഇതൊരു ലൈഫ് സ്റ്റൈൽ ആക്കി മാറ്റാൻ പറ്റൂ. ലോവർ സെൽഫിനെ ഒരു ഡേഞ്ചർ, ഒരു ശത്രു, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഇഷ്ടമില്ലാത്ത ഒരാളായിട്ട് കാണണം. ഞാൻ അന്നത്തെ ഒരു ഇൻസിഡന്റിന് ശേഷം ഇതുവരെ ചോദിച്ചു നോക്ക്, MDയുടെ അടുത്ത് ഞാൻ ഒരു നോ പോലും പറഞ്ഞിട്ടില്ല. നോ പറയാൻ പേടിയാണ് എനിക്ക്. എന്റെ മൈൻഡിൽ എന്റെ ഹയർ സെൽഫ് ഇപ്പൊ പറയണത് കേൾക്കുള്ളൂ. നോ പറയുമ്പോൾ എന്റെ മൈൻഡിലോട്ട് എനിക്ക് വരാണ് അത് ഞാനല്ല. നെഗറ്റീവ് എനർജി വരുമ്പോ എന്റെ മനസ്സിലോട്ട് വരാണ് അത് ഞാനല്ല. സോ